ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ UPSC സിവിൽ സർവീസ് എക്സാമിനേഷനിലെ പ്രിലിംസിലെ പേപ്പർ 2 ആയ CSATലെ ഒരു ടോപ്പിക്കായ ക്ലാസിഫിക്കേഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. UPSC CSCയുടെ കംപ്ലീറ്റ് നോട്ട്സ് അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. വളരെ അഫോർഡബിൾ ആയിട്ട് റേറ്റിലാണ് നമ്മൾ നോട്ട്സ് കൊടുക്കുന്നത്. ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്താൽ മതിയാവും. ഞാൻ ആ ഒരു ടൈമിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരാം. ഓക്കെ, ക്ലാസിഫിക്കേഷൻ എന്താണ്? ക്ലാസിഫിക്കേഷൻ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ദ ഓഡ് വൺ ഔട്ട്, അതായത് 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ 3 പരസ്പരം റിലേറ്റ് ചെയ്യപ്പെട്ടതായിരിക്കും. അതായത് ഒന്നെങ്കിൽ സെയിം കോമൺ പ്രോപ്പർട്ടീസ്, ഷേപ്സ്, ടൈപ്സ്, നേച്ചർ, കളർ, ഇങ്ങനെ എന്തെങ്കിലും റിലേഷൻ ഈ 3 ഓപ്ഷൻസും തമ്മിലുണ്ടാവും. പക്ഷെ ഒരു ഓപ്ഷൻ എന്തായിരിക്കും? ഇതുമായിട്ട് ഒരു റിലേഷനും ഇല്ലാത്ത ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷനെയാണ് എന്തെന്ന് പറയുന്നത് ഈ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ട് മാറ്റേണ്ടത്. അതാണ് നമ്മുടെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ക്വസ്റ്റ്യൻസിൽ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പം ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ദ ഓഡ് വൺ ഔട്ട്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ 3 പരസ്പരം റിലേറ്റഡ് ആയിരിക്കും. ഒരെണ്ണത്തിന് ഒരു റിലേഷൻഷിപ്പും ഉണ്ടാവത്തില്ല ഈ 3 ഓപ്ഷൻസുമായിട്ട്. അങ്ങനെയുള്ള ആ ഒരു ഓപ്ഷനെ മാറ്റണം. ഓക്കെ, അതാണ് ക്ലാസിഫിക്കേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. നമുക്ക് 4 ടൈപ്സ് ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ഒന്നാമത്തേത് ലെറ്റർ ഓർ മീനിങ്ലെസ് വേർഡ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തേത് മീനിങ്ഫുൾ വേർഡ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ. 3 ഡിജിറ്റ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ. 4 ജനറൽ നോളജ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ എത്ര ടൈപ്സ് ക്ലാസിഫിക്കേഷൻ ആണുള്ളത്? 4 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയ ടോപ്പിക് ആണ്. പക്ഷെ നമ്മൾ ഒത്തിരി അധികം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, PYQs നോക്കുക. അങ്ങനെയാണെങ്കിൽ എന്താകും? നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത്. വളരെ ചെറിയ ടോപ്പിക് ആണ്, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ടില്ല. ഓക്കെ, ഒന്നുകൂടി നോക്കാം. ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? ലെറ്റർ ഓർ മീനിങ്ലെസ് വേർഡ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ. 2 മീനിങ്ഫുൾ വേർഡ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ. 3 ഡിജിറ്റ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ. 4 ജനറൽ നോളജ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ. ആദ്യം നമുക്ക് ലെറ്റർ ഓർ മീനിങ്ലെസ് വേർഡ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും? ഇംഗ്ലീഷ് ആൽഫബറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. സെയിം, അതായത് ക്ലാസിഫിക്കേഷൻ പോലെ തന്നെ നമുക്ക് എന്താണ് 4 ഓപ്ഷൻസ് കൊടുക്കും. അതിൽ 3 എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടായിരിക്കും. പക്ഷെ നാലാമത് വരുന്ന ഒരു ഓപ്ഷന് എന്തായിരിക്കും? ഒരു റിലേഷൻ ഉണ്ടാവത്തില്ല. നാലാമത് വരുന്ന ഓപ്ഷൻ എന്നല്ല, അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷന് ഈ 3 ഓപ്ഷൻസുമായിട്ട് ഒരു റിലേഷനും ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ള ആ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യണം? നമ്മൾ മാറ്റി നിർത്താം. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ ചെയ്തു, അതായത് എന്തോരം നമ്മൾ പ്രോബ്ലംസ് ചെയ്ത് നോക്കുന്നോ അങ്ങനെയാണ് ഇത് മനസ്സിലാവുന്നത്, നമ്മളിത് പഠിക്കുന്നത്. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് 4 ഓപ്ഷൻസ് കൊടുത്തേക്കുവാണ്. ഒന്നാമത്തേത് PQT, രണ്ടാമത്തേത് UVY, മൂന്നാമത്തേത് DEH ആൻഡ് നാലാമത്തെ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് IJN. ഇതിൽ ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് PQ ആൻഡ് T. P ഉണ്ട്, Q ഉണ്ട്, T ഉണ്ട്. പിയുടെ തൊട്ടിപ്പുറ വരുന്ന ലെറ്റർ ആണ് ഏത്? Q എന്ന് പറയുന്നത്, PQ. പിന്നെ ആറും എസും കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? T വരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? PQRST. 2 ലെറ്റർ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. അതിനുശേഷമുള്ള ലെറ്റർ ആണ് എന്ത് കൊടുത്തിരിക്കുന്നത്? T കൊടുത്തിരിക്കുന്നത്. അപ്പൊ പിയും ക്യൂവും ടിയും തമ്മിലുള്ള റിലേഷൻ വന്നിരിക്കുന്നത് അതാണ്. ഇനിയിപ്പോ ഇതേ റിലേഷൻ ആണോ ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസിലും വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. UVY, UVWXY. ഓക്കെ, അതെ, സെയിം റിലേഷൻ ആണ് വന്നിരിക്കുന്നത്. അതായത് ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? 2 ലെറ്റർ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വരുന്ന ലെറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം PQTയും UVYയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് മനസ്സിലായി. ഇനി ഇതേ റിലേഷൻ തന്നെയാണോ ബാക്കി വരുന്ന 2 ഓപ്ഷൻസിൽ, ഓപ്ഷൻ സിയിലും ഡിയിലും വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ സിയിൽ എന്താണ് റിലേഷൻ വന്നിരിക്കുന്നത്? DEH, DEFGH. ഇവിടെ എന്താണ്? FG, 2 ലെറ്റർ ഗ്യാപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നാലാമത്തെ ഓപ്ഷനും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഈ 3 ഓപ്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്തു? നമുക്ക് ആൻസർ മനസ്സിലായി. പക്ഷെ എന്ത് ചെയ്യുക? നമ്മൾ ഒന്നുകൂടി നോക്കുകയാണ്. നാലാമത്തെ ഓപ്ഷനും കൂടെ നമ്മൾ നോക്കുകയാണ്. IJKLMN. ഓക്കെ, ഇവിടെ KLM 3 ലെറ്റർ ഗ്യാപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ എന്താണ് ഇവിടെ ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ബാക്കിയുള്ള എല്ലാത്തിലും എന്താണ്?
2 ലെറ്റർ ആണ് ഗ്യാപ്പ് വിട്ടിരിക്കുന്നത്. പക്ഷെ ഓപ്ഷൻ ഡിയിൽ എന്താണ് 3 ലെറ്റർ ആണ് ഗ്യാപ്പ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ മനസ്സിലായില്ലേ? ലെറ്റർ ഓർ മീനിങ്ലെസ് വേർഡ് ബേസ്ഡ് ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇവിടെ എന്താണ് അതായത് 3 ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, അത് തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. അത് തന്നെയാണ് ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസിൽ വരുന്നതെന്ന് നോക്കിയാൽ മതി. ഏതെങ്കിലും ഒരു ഓപ്ഷൻ എന്തായിരിക്കും, അതിൽ നിന്ന് കുറച്ച് ചേഞ്ച് ഉള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും, അതായിരിക്കും ഇതിന്റെ ആൻസർ വരുന്നത്. ഇനി അടുത്തതാണ് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് എ ബി, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് സി ഇ, ഓപ്ഷൻ സി എന്ന് പറയുന്നത് വൈ ഇസഡ്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഒ പി. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും എ ബി എന്ന് പറയുന്നത് എന്താണ്, എയുടെ തൊട്ടിപ്പുറ വരുന്ന ലെറ്റർ ആണ് എന്ത്, പി എന്ന് പറയുന്നത്. അതുപോലെ സി ഇ നോക്കുമ്പോൾ എന്താണ്, സിയുടെ തൊട്ടിപ്പുറ വരുന്ന ലെറ്റർ ആണോ ഇ, അല്ല. എ ബി സി ഡി ഇ, ഡി കഴിഞ്ഞിട്ടാണ് ഇ വരുന്നത്. അവിടെ ആ ഒരു റിലേഷൻ ഇല്ല. നമുക്ക് അടുത്തത് നോക്കാം. ഓപ്ഷൻ സി വൈ ഇസഡ്, അതെ, എക്സ് വൈ ഇസഡ്, വൈ കഴിഞ്ഞിട്ടാണ് ഇസഡ് വരുന്നത്. വൈയുടെ തൊട്ടിപ്പുറ വരുന്ന ലെറ്റർ ആണ് ഇസഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡി നോക്കാം, ഒ പി, ഒയുടെ തൊട്ടിപ്പുറ വരുന്ന ലെറ്റർ ആണ് എന്ത്, പി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് റിലേഷൻ, അതായത് എയുടെ വെരി നെക്സ്റ്റ് ലെറ്റർ ആണ് ബി എന്ന് പറയുന്നത്. അതുപോലെ ബാക്കിയുള്ള സി ഇ ഒഴികെയുള്ള ബാക്കി എല്ലാത്തിലും എന്താണ് പറഞ്ഞിരിക്കുന്നത്, വെരി നെക്സ്റ്റ് ലെറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് തൊട്ടടുത്ത് വരുന്നു, അടുത്ത ലെറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ സി ഇയിൽ എന്താണ്, ഒരു ലെറ്റർ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. സോ ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. കാരണം എന്താണ്, ഇവിടെ സി ഡി ഇ, ഒന്നെങ്കിൽ സി ഡി ആണ് വരേണ്ടത്, അല്ലെ ഡി ഇ ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ സി ഇ ആണ് കൊടുത്തിരിക്കുന്നത്. സോ എന്താണ്, അവിടെ ഒരു ലെറ്റർ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. സോ എന്താണ്, ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഇതാണ് എന്ത്, ലെറ്റർ ഓർ മീനിങ്ലെസ് വേർഡ് ബേസ്ഡ് ക്ലാസിഫിക്കേഷന് 2 എക്സാമ്പിൾസ്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ 2 ഓപ്ഷൻസ് അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്, 2 എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്ത് ചെയ്യുക, മാക്സിമം PYQസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, ഇതിൽ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നമ്മൾ CSATന്റെ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. 2 മാസം കൊണ്ട് കംപ്ലീറ്റ് CSAT നമ്മൾ കവർ ചെയ്യും. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, കോംപ്രഹെൻഷൻ, അതുപോലെ തന്നെ റീസണിങ്, 3 ടോപ്പിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും. പെയ്ഡ് ആയിരിക്കും, പക്ഷെ എന്തായിരിക്കും, ക്ലാസ് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യും, പേപ്പർ 2 കവർ ചെയ്യും. ഓക്കെ, താല്പര്യമുള്ളവർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അടുത്തതാണ് മീനിങ് ഫുൾ വേർഡ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ. ഇവിടെ എന്താണ്, ഒരു ഗ്രൂപ്പ് കൊടുക്കും, മീനിങ് ഫുൾ വേർഡ്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അതിൽ ഒരെണ്ണത്തിന് ഒരു റിലേഷൻ ഉണ്ടാവത്തില്ല ഈ ബാക്കി തന്ന വേർഡ്സുമായിട്ട്. സോ അതേതാണെന്ന് കണ്ടുപിടിക്കുക, അതിനെ മാറ്റുക. അതാണ് ഈ മീനിങ് ഫുൾ വേർഡ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് ഒരു റിലേഷൻ ഇല്ലാത്ത, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഓഡ് വൺ ഏതാണെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് സ്ലിം ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ട്രിംസ് ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ, അതായത് ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഗ്രിഡ്സ് ആണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഗ്രിഡ് ആണ്. ഓക്കെ, ഇപ്പൊ എന്താണ്, സ്ലിം, ട്രിംസ്, ഗ്രിഡ്സ്, ഗ്രിഡ്, അതായത് 4 ഓപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതുമായിട്ട് എന്താണ്, ഒരു ബന്ധവും ഇല്ലാത്ത 4 വാക്കുകളാണ് തന്നിരിക്കുന്നത്. പക്ഷെ എന്താണ്, ഈ മീനിങ് ഫുൾ വേർഡ്സ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, ഈ സ്ലിം എന്ന് പറയുന്ന വാക്ക് നോക്കിയാലും, ട്രിം എന്ന് പറയുന്ന വാക്ക് നോക്കിയാലും, ഗ്രിഡ് എന്ന് പറയുന്ന വാക്ക് നോക്കിയാലും നമുക്ക് എന്ത് മനസ്സിലാവും, ഇതിലെല്ലാം വവ്വൽസ് ഉണ്ട്. ഐ എന്താണ്, വവ്വലാണ്. ഇവിടെ എന്താണ്, ഇ എന്താണ്, വവ്വലാണ്. എല്ലാത്തിലും എന്തുണ്ട്, ഐ ഉണ്ട്. ഇവിടെ 2 ഇ ഉണ്ട്. അപ്പൊ ഇതെന്താണ്, ഇതില് വവ്വൽസ് കൊടുത്തിട്ടുള്ള വാക്കുകളാണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് തമ്മിലുള്ള ബന്ധവും ഈ ഒരു ഏതെങ്കിലും ഒരു വാക്ക് ഇതിനുമായിട്ട് ഒരു റിലേഷനും ഇല്ല. അത് എന്തിങ്ങനെ കണ്ടുപിടിക്കും, ഈ സ്ലിം എന്ന് പറയുന്ന വാക്ക് നോക്കുമ്പോൾ ഇതെവിടെ എന്താണ്, ഒരൈ ആണുള്ളത്, അതായത് ഒരു വവ്വലാണ് ഉള്ളത്. ഇനി ട്രിംസ് എന്നുള്ള വാക്ക് നോക്കുമ്പോഴും ഇവിടെ എന്താണ്, ഐ ഒന്നുണ്ട്, അതായത് ഒരു വവ്വലേ ഇതിലുള്ളൂ, വേറെ ഒരു അക്ഷരവും എന്താണ്, വവ്വൽസ് ഇല്ല. ഇനി ഗ്രീഡ്സ് എന്ന് പറയുന്ന വാക്ക് നോക്കുവാണെങ്കിൽ ഈ 2 തവണ വന്നിട്ടുണ്ട്, അതായത് 2 വവ്വൽസ് ഉണ്ട്. ഇനിയിപ്പം ഗ്രിഡ് എന്ന് പറയുന്ന വാക്ക് നോക്കുവാണെങ്കിൽ അവിടെ എന്താണ്, അവിടെ ഒരു ഐ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വേറെ ഒരു വവ്വൽസും കൊടുത്തിട്ടില്ല. അതായത് അവിടെ എന്താണ്, ഒരു വവ്വലേ ഉള്ളൂ. അപ്പൊ ഇതിലെ ഓപ്ഷൻ, ഓക്കെ, കറക്റ്റ് ആൻസർ ഏതാണ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അതായത് ഗ്രീഡ്സ് എന്ന് പറയുന്ന വാക്കിൽ മാത്രം എന്തുണ്ട്, 2 ഇ ഉണ്ട്, അതായത് 2 വവ്വൽസ് ഉണ്ട്. ബാക്കിയുള്ള എല്ലാ വാക്കിലും ഒരു വവ്വൽസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതാണ് ഇതിന് ഒരു എക്സാമ്പിൾ പറയുന്നത്. ഇങ്ങനെയുള്ള എന്ത് ചെയ്യുക, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. അതെന്ത് ചെയ്യുക,
പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതുപോലെ PYQs ഉണ്ടാവും, അതും എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമ്മുടെ ക്ലാസ്സസിലാണെങ്കിൽ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക കേട്ടോ. അടുത്തതാണ് ഡിജിറ്റ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ. ഇത് പേര് പോലെ തന്നെ എന്താണ്, ഡിജിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ഡിജിറ്റ്സ് കൊടുക്കും, അതിൽ എന്ത് ചെയ്യുക, അതിൽ നിന്നും ഓഡ് വൺ ഏതാണോ അതിനെ ഔട്ട് ആക്കുക. ഇപ്പം 122, അതായത് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തേക്കുവാണ്. ഓപ്ഷൻ എ 122, ഓപ്ഷൻ ബി 199, ഓപ്ഷൻ സി 128, ഓപ്ഷൻ ഡി 388. ഇതിൽ ഏതാണ് ഓഡ് വൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലേ, ഇതിലെല്ലാം എന്താണ്, ഈവൻ ലെറ്റേഴ്സ് ആണ്. ഒരെണ്ണം മാത്രമാണ് ഓഡ് ലെറ്റർ വരുന്നത്. അതേതാണ് ഓഡ് നമ്പർ എന്ന് പറയുന്നത് ഈ 199 മാത്രമാണ്. ബാക്കി എല്ലാം എന്താണ്, ഈവൻ ലെറ്റേഴ്സ് ആണ്. 122, 128, 388 ഇതെല്ലാം എന്താണ്, ഈവൻ നമ്പേഴ്സ് ആണ്. ബാക്കിയുള്ള ബാക്കി വന്ന ഒരെണ്ണം 199 മാത്രം എന്താണ്, ഓഡ് നമ്പർ ആണ്. സോ ഇതിലെ ഏതാണ് ഇതിന്റെ ആൻസർ, കറക്റ്റ് ആൻസർ ഏതാണ്, ഇതില് ഓഡ് വൺ എന്ന് പറയുന്നത് 199 ആണ്. അതൊരു ഓഡ് നമ്പർ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് 121, ഓപ്ഷൻ ബി 144, ഓപ്ഷൻ സി 169, ഓപ്ഷൻ ഡി 182. ഇതിൽ ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ ഈ 121 കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതെന്താണ്, ഇത് 11ന്റെ സ്ക്വയർ ആണ് 121 എന്ന് പറയുന്നത്. അപ്പൊ 144 എന്താണ്, 12ന്റെ സ്ക്വയർ ആണ്. ഇനി 169 എന്ന് പറയുന്നത് എന്താണ്, 13ന്റെ സ്ക്വയർ ആണ്. പക്ഷെ 182 എന്താണ്, അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്, 182. നമ്മൾ CSAT പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എന്ത് ചെയ്യുക, സ്ക്വയർ 1 തൊട്ട് 50 വരെയുള്ള സ്ക്വയർ കാണാണ്ട് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ക്യൂബ് 1 തൊട്ട് 30 വരെയുള്ള ക്യൂബും കാണാണ്ട് പഠിച്ചു വെക്കുക. പിന്നെ അറിയാലോ, ടേബിൾസ് ഒക്കെ നല്ല രീതിക്ക് പഠിച്ചു വെക്കുക. 1 തൊട്ട് 20 ടേബിൾസും കാണാണ്ട് പഠിച്ചു വെക്കുക. പക്ഷെ സ്ക്വയറിന്റെയും ക്യൂബിന്റെയും കേസിൽ എന്ത് ചെയ്യുക, 1 തൊട്ട് 50 വരെയുള്ള സ്ക്വയർ കാണാണ്ട് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ 1 തൊട്ട് 30 വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് എന്ത് ചെയ്യുക, കാണാണ്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഡിജിറ്റ് ബേസ്ഡ് ക്ലാസിഫിക്കേഷനിലെ 2 എക്സാമ്പിൾ വരുന്നത്. കുറേ അധികം നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം, എന്നാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത് നമുക്ക് പഠിച്ചു വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ 1-2 ക്വസ്റ്റ്യൻ ചെയ്തു എന്നതുകൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല, നമ്മളത് മറന്നുപോകും. എത്രയധികം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു അത്രയും നമ്മൾ ഇത് എന്താകും, നല്ല രീതിക്ക് പഠിക്കുക ഈ ഒരു ടോപ്പിക്. ആദ്യം എന്തായിരുന്നു ഇവിടെ ഡിഫറൻസ്, അതായത് ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതായത് ഈവൻ നമ്പേഴ്സും ഒരു ഓഡ് നമ്പറും കൊടുത്തു. അപ്പൊ 3 ഈവൻ നമ്പർ ആയിരുന്നു, ഒരെണ്ണമായിരുന്നു ഓഡ് നമ്പർ. സോ ആ ഓഡ് നമ്പർ എന്ത് ചെയ്തു, അതായിരുന്നു ഇതിന്റെ ആൻസർ വരുന്നത്. ബാക്കിയെല്ലാം എന്താണ്, ഒരേ ഗ്രൂപ്പിൽ പെടുന്നതാണ്. പക്ഷെ ഓഡ് നമ്പർ മാത്രം എന്താണ്, ആ ഒരു ഗ്രൂപ്പിൽ വരുന്നതല്ല. ഇനി രണ്ടാമത്തെ കേസിൽ എന്ത് ചെയ്ത് കൊടുത്തു, 3 സ്ക്വയറും കൊടുത്തു, ഒരു സംഖ്യ അല്ലാണ്ടും കൊടുത്തു. 3 സംഖ്യ എന്ന് പറയുന്നത് എന്താണ്, 3 സംഖ്യകളും പെർഫെക്റ്റ് സ്ക്വയർ ആയിരുന്നു. ഒരെണ്ണം മാത്രം എന്താണ്, ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലായിരുന്നു. സോ അത് എന്ത് ചെയ്തു, അത് വേറൊരു ഓപ്ഷൻ ആയിട്ട് കൊടുത്തു. അപ്പം ഈ പെർഫെക്റ്റ് സ്ക്വയർ വരുന്നത് 3 എന്താണ്, ഒരു ഗ്രൂപ്പിൽ വരുന്നതാണ്. ഈ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത നമ്പർ മാത്രം എന്താണ്, അത് ഈ ഗ്രൂപ്പിൽ നിന്നും വിട്ടു നിൽക്കുന്ന നമ്പറാണ്. സോ അതാണ് എന്ത് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തതാണ് ജനറൽ നോളജ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ. ഇവിടെ എന്താണ്, ഇവിടെ നമ്മുടെ ജനറൽ നോളജ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ജനറൽ നോളജ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് ഇപ്പൊ നമുക്ക് 3 സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽ കൊടുത്തു, എന്നിട്ട് ഒരു സ്റ്റേറ്റിന്റെ നെയിമും കൊടുത്തു. ഇതിൽ ഓഡ് വൺ ഔട്ട് ആക്കാൻ പറഞ്ഞു. അപ്പം ആ 3 തന്നിരിക്കുന്ന 3 എന്താണ് വേർഡ്സ് 3 സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽ ആണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽ അറിഞ്ഞു വെച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ജനറൽ നോളജ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ആണ് ഇതിൽ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, ഈ ജനറൽ നോളജ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനറൽ നോളജ് ഉണ്ടായിരിക്കണം. നല്ല രീതിക്ക് എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കുക. ഇതിൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തേത് ഓപ്ഷൻ എ വരുന്നത് ക്യാറ്റ്, ഓപ്ഷൻ ബി ഒക്ടോബസ്, ഓപ്ഷൻ സി ലയൺ ആൻഡ് ഓപ്ഷൻ ഡി ടൈഗർ. ഓക്കെ, ഇതില് ഏതാണ് ഓഡ് വൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ എന്ത് ചെയ്യുക, ഈ ക്യാറ്റ്, ലയൺ, ടൈഗർ ഇതൊക്കെ എന്താണ്, കരയിൽ ജീവിക്കുന്നതാണ്. ഇതിൽ ഒക്ടോബസ് മാത്രമേ എവിടെയുള്ളൂ, കരയിൽ ജീവിക്കാത്തതായിട്ടുള്ളൂ. അപ്പൊ ഇതിലേതാണ് ഓഡ് വൺ ഔട്ട് ആക്കേണ്ടത്, ഒക്ടോബസ് ആണ്. ഇനിയിപ്പോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി നൈട്രജൻ, ഓപ്ഷൻ സി ഹൈഡ്രജൻ, ഓപ്ഷൻ ഡി മെർക്കുറി. ഇതിൽ ഓഡ് വൺ ഔട്ട് ആക്കണം. ഇതിൽ ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ ഒക്കെ എന്താണ്, നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ഇതെല്ലാം ഗ്യാസസ് ആണ്, അറിയാലോ. ഇതെല്ലാം എന്താണ്, റൂം ടെമ്പറേച്ചറിലെ ഗ്യാസസ് ആണ്. പക്ഷെ മെർക്കുറിയുടെ കേസിൽ മെർക്കുറി എന്താണ്,
റൂം ടെമ്പറേച്ചറിൽ മെർക്കുറി ഒരു ലിക്വിഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ജനറൽ നോളജ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം, ജനറൽ നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ എന്തോരം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. പ്രാക്ടീസ് മാത്രം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസേഴ്സ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്കപ്പോൾ ഒന്നുകൂടി നോക്കാം. ക്ലാസിഫിക്കേഷൻ എന്താണ്, സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ദ ഓഡ് വൺ ഔട്ട്. 4 ഓപ്ഷൻസ് ഉണ്ടാവും, 3 പരസ്പരം റിലേറ്റ് പെട്ടിട്ടുള്ളതായിരിക്കും, ഒരെണ്ണം മാത്രം അതുമായിട്ട് ഒരു റിലേഷനും ഉള്ളതായിരിക്കത്തില്ല. ആ ഒരു ഓപ്ഷൻ ആയിരിക്കും എന്ത് ചെയ്യേണ്ടത്, നമ്മൾ മാറ്റി നിർത്തേണ്ടത്. അതായിരിക്കും കറക്റ്റ് ആൻസർ. സോറി. ഇനി ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. എത്ര ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണുള്ളത്, 4 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ഒന്ന് ലെറ്റർ ഓർ മീനിങ്ലെസ് വേർഡ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ. ഇവിടെ എന്താണ്, ആൽഫബറ്റ്സ് ആയിരിക്കും. അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഈ ലെറ്റർ ഓഫ് മീനിങ്ലെസ് വേർഡ് ബേസ്ഡ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഇവിടെ എന്ത് ചെയ്യുക, നമ്മൾ കോഡിംഗ് ഡീകോഡിങ്ങിന്റെ ക്ലാസ് പഠിച്ചു, അതൊന്ന് കണ്ടു നോക്കുക. അത് എന്ത് ചെയ്യാം, ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഒത്തിരി അധികം ഹെൽപ്ഫുൾ ആയിരിക്കുന്ന ഒന്നാണ്. അതിന് അടുത്തതാണ് മീനിങ് ഫുൾ വേർഡ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ. അതായത് മീനിങ് ഫുൾ വേർഡ്സ് കൊടുക്കും, വേർഡ്സിന്റെ ഒരു ഗ്രൂപ്പ് കൊടുക്കും, 4 വേർഡ്സ് ഉണ്ടാവും, അതിൽ ഒരെണ്ണം മാത്രം എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും, അതായിരിക്കും എന്ത്, ഇതിൽ ഓഡ് വൺ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഡിജിറ്റ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ. ഇവിടെ എന്താണ്, പല ഡിജിറ്റ്സ് കൊടുക്കും, ചിലപ്പം സ്ക്വയേഴ്സ് ആവും, ചിലപ്പം ക്യൂബ്സ് ആവും, അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരേ നമ്പർ 2-3 നമ്പർ കൊടുക്കും, അത് കൂട്ടുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും, സെയിം തുകയായിരിക്കും, സെയിം വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയുള്ള കുറെ എന്ത് കൊടുക്കും, ഡിജിറ്റ്സ് കൊടുക്കും. പക്ഷെ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഇതുമായിട്ടൊരു റിലേഷൻ ഉണ്ടാവത്തില്ല, അതായിരിക്കും എന്ത്, അവിടെ ഓഡ് വൺ എന്ന് പറയുന്നത്. അടുത്തതാണ് ജനറൽ നോളജ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ. ഈ ഒരു ക്വസ്റ്റൻ ആൻസർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ജനറൽ നോളജ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ സെയിം ഗ്രൂപ്പിൽ വരുന്ന 3 ഓപ്ഷൻസ് കൊടുക്കും, വേറെ ഒരെണ്ണം എന്തായിരിക്കും, ഇതുമായിട്ട് ഒരു റിലേഷനും ഇല്ലാത്തതായിരിക്കും. സോ എന്ത് ചെയ്യുക, അതായിരിക്കും ഓഡ് വൺ, അത് മാറ്റുക. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ക്ലാസിഫിക്കേഷൻ. വളരെ ചെറിയ ടോപ്പിക് ആണ്, നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യുക, ഒത്തിരി അധികം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, PYQs നോക്കുക, അങ്ങനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ എന്താണ്, വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ CSATന്റെ ക്ലാസ്സസ് നമ്മൾ എടുക്കുന്നുണ്ട്, വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക. 2 മാസമാണ്, മന്ത്ലി പേയ്മെന്റ് ഉണ്ടാവും, പക്ഷെ വളരെ അഫോർഡബിൾ ആയിട്ട് റേറ്റിലായിരിക്കും. അതുപോലെ നോട്ട്സും അവൈലബിൾ ആണ്, നോട്ട്സും വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ടാണെങ്കിലും അതുപോലെ തന്നെ നോട്ട്സ് വാങ്ങാനായിട്ടാണെങ്കിലും എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ട് എനിക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് ചെയ്താൽ മതിയാവും. ഞാനപ്പോൾ എന്താണ് റേറ്റ്സും കാര്യങ്ങളും ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.